നമുക്ക് കഴിക്കാം മക്കളെ, അവര് വന്നിട്ട് കഴിച്ചോളൂ. ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കവിന കർണാടകയിൽ. പൊന്നമ്മന്റെ അടുത്ത് എല്ലാ മക്കളും വന്നിട്ട് ചേർന്ന് അച്ഛയടക്കം വന്നെ. നമ്മക്ക് നല്ലോണം കാലിന്റെ മുട്ടുവേദനയുണ്ട്, അനക്ക് മുട്ടുവേദനയുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് കുറവുണ്ട്. മക്കള് കാണാൻ വരുമ്പോ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാന്ന്. അങ്ങനെ ഇന്നലെ നല്ല എന്റെ പോലെ വയസ്സായ ഒരു പക്ഷേങ്കില് ഒരു കാര്യമുണ്ട്. ഞാൻ പൊതുവെ എനിക്കുള്ളൊരു സ്വഭാവം എന്താന്ന് വെച്ചാല് ഒരു സ്ഥലം മാറിയിട്ട് ഒരു ദിക്ക് പോയാൽ അന്ന് ഞാൻ ഒറ്റപ്പടി ശിവരാത്രിയാണ് അങ്ങനെ. ഇപ്പൊ 7:30 എണീറ്റ് ഇരുന്ന് ആളെ പല്ലെല്ലാം തേച്ച് ഞാനിപ്പോ ചായ കുടിച്ചു. മക്കള് കുടിക്കാൻ വേണ്ടി പോതത്ര നമ്മള് ഇന്നലെ തൊട്ട് മുട്ടിയിട്ടുണ്ട്. എടുത്ത് തൊട്ട് വേഗം തന്നെ ഹോം സ്റ്റേ ഉണ്ട്. മണിയാട്ടം നമുക്ക് ആടെ റൂമാക്കി തന്നെ. അങ്ങനെ നമ്മള് അടിയ ഇവിടെ തൊട്ട് താഴെ തന്നെ. അപ്പൊ നമ്മള് അമ്മയും കൂടി ഉണ്ടാന്ന് ചോദിച്ചു. അവൻ നമുക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് വേണ്ടിട്ടാണ് അത് തന്നെ ആക്കിനി. പക്ഷെ ഇറങ്ങാനായിരുന്നില്ല. വണ്ടി അങ്ങോട്ട് പോകുന്നില്ല, വണ്ടി അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ തെരഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മള് രണ്ടാളും പോയി അമ്മയുടെ നിന്ന് അങ്ങനെ നമ്മൾ താഴെ അന്ന് കുളിച്ച് നമ്മളെ നാട്ടിലിപ്പോ നല്ല ചൂടാണ്. പക്ഷെങ്കില് ഇവിടെ നല്ല തണുപ്പാട്ടോ, ഭയങ്കര നല്ല തണുപ്പറിയാം. രണ്ടാളും എന്തിലോ ബക്കറോ പറയുന്നോ. അപ്പൊ അതവര് പറഞ്ഞോണ്ടിരിക്കല. അവര് കണ്ട ബസ്സിലും വക്രയാക്കിയിരുന്നല്ലോ പറയുന്നത്. കവിത ഒന്നും പറയില്ല. ചായം കടി എടുത്തു വെക്കല. അത് ധന്യേച്ചിന്റെ അന്ന്. അപ്പൊ ധന്യേച്ചും മണിയേട്ടനും ഒരു പണിക്ക് പോയി. രാവിലെ എല്ലാം ഒരുക്കി വെച്ചിട്ടാ പോയത്. എല്ലാം ഒരുക്കി വെച്ചില്ല. അവൾക്ക് മോദിക്ക് ഉറക്കില്ല. ശിവരാത്രി എന്ന് പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ 2 വയസ്സമാര് വാക്ക് പറയലൂ, അവള് ഒരുത്തി എനിച്ചിട്ട് എല്ലാം ഉണ്ടാക്കലൂ. ഇങ്ങനെ എല്ലാം ആയിട്ട് ശിവരാത്രി അപ്പൊ അങ്ങനെ അവര് നേരം മൂലം ഇവര് ആഘോഷിക്കുന്നേ അല്ലേ ചേച്ചി? നല്ല തണുപ്പാട്ടാ. തണുപ്പ് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിട്ട് നല്ല തണുപ്പ്. ഇവിടെ ഇവർക്ക് ചൂട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നല്ല തണുപ്പ്. ഇപ്പം നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് പുറത്തിറങ്ങുമ്പോ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഇന്നലെ നല്ല സുഖമായിട്ട് ഇന്നലെ അങ്ങനെ ഇങ്ങോട്ട് വന്നു നോക്കുമ്പോ താഴെ AC ഒന്നും ഇല്ല. പക്ഷേങ്കില് നല്ല തണുപ്പാണ്. ചൂട് കാലം തുടങ്ങിയിട്ട് പോസിറ്റീവ് കിടക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മള് ഇടിയുള്ളത്. അപ്പൊ നമ്മളിന്ന് ചായ പിടിക്കാൻ നോക്കലാണ്. കവിന്റെ കുറെ നാളത്തെ ശേഷം ഇന്ന് ആദ്യം നമ്മള് ഇത് കാണുന്നു. കൊറേ നേരം കാത്ത് നോക്കി മക്കള് വന്നിട്ടില്ല. നമുക്ക് കഴിക്കാം മക്കളെ, അവര് വന്നിട്ട് കഴിച്ചോളൂ. ഞങ്ങൾക്ക് ഗുളികയല്ല തിന്നേണ്ടിയതല്ലേ. അപ്പൊ ഞങ്ങ കഴിക്കാൻ പറഞ്ഞിട്ട് ആൺകുട്ടികളുടെ വിട്ടിട്ട് ഞങ്ങ വേഗം കഴിച്ചു. അവർ രണ്ടാളും ഇപ്പൊ വന്നിട്ട് കഴിക്കാൻ നോക്കുക. അതെ, നമുക്ക് കടമ്പലം കഴിച്ചിട്ട് ഇരുന്ന് പുറത്തു പോകണം. മണിയാട്ടിന്റെ എസ്റ്റേറ്റ് പോകണം. അവിടെ നല്ല കാപ്പി പൂത്തുന്ന കുരുമുളകിന്റെ പരിപാടിയും കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ട്. അച്ഛ ഇതുവരെ കണ്ടിട്ടില്ല. കടമ്പാണ് കടമ്പ്. നമ്മള് പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ കടമ്പാക്കി നമുക്ക് ഇത്തിക്കട നോക്കാൻ ഫുൾ തിരക്കായി കേട്ടാ. ഫുൾ പിള്ളറാണ്. ഇത് എന്റെ മൂത്തേട്ട ബാലേട്ടന്റെ മൂത്ത മോനാണ് വിനു. വിനുവിന്റെ കുട്ടികളാണ് 2 കുട്ടികൾ, ഒരു പെൺകുട്ടി അനന്യ. ഹാപ്പി വിഷു. നമ്മള് പറഞ്ഞാല് ഇടിയുള്ള എസ്റ്റേറ്റിലേക്ക്, മണിയാട്ടിന്റെ എസ്റ്റേറ്റിലേക്ക് പോകുന്നത്. എസ്റ്റേറ്റില് കവി വരുന്നില്ല പറഞ്ഞ് പൂല്ലേ കാപ്പി പൂട്ടൈപ്പ്. അപ്പൊ നമ്മള് അവിടെ പോയിട്ട് ഒന്ന് അച്ചയ്ക്കെല്ലാം കാണിച്ചെടുത്തിട്ട് വരാം. മറ്റേ കുരുമുളക് പറിക്കുന്ന അല്ലെന്ന് ഓരോ അടുത്തേക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി എടുത്ത് ബൈക്ക് എടുത്ത് ഞാനും കവിയും കൂടി എൻഫീൽഡ് എടുത്തിട്ട് പോയിന്. അപ്പൊ അന്നേരം ഇവര് പൂതിയാണ് അതിലോട്ടൊന്ന് പോകണം. അങ്ങനെ ഇന്നൊന്ന് നമ്മൾ ആർത്തേക്ക് പോകുന്നത്. നമ്മൾ വേഗം പോയിട്ട് വരാം. പോവാ. ഇപ്പൊ നല്ല വെയിലായി കേട്ടാ. ഏകദേശം ഒരു 10:30 മണിയായി. പക്ഷേങ്കില് വെയില് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല അത്. അപ്പൊ നമ്മളങ്ങനെ എസ്റ്റേറ്റിന്റെ ഉള്ളെത്തിയോടെ തന്നെ വഴി തെറ്റിയിട്ടുണ്ട്. മണിയാറിന്റെ ഉള്ളെത്തി നോക്കുമ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആർന്ന് റേഞ്ച് കിട്ടുന്നില്ല. ആകെ പെട്ടിട്ടുള്ളത്. ഇടിയിൽ ഒരിക്കലും ഫോട്ടോ കാണിച്ചെടുത്ത് ഞാൻ 2-3 പ്രാവശ്യം വന്നിനെ. എന്നിട്ട് കൂടി എനിക്ക് എസ്റ്റേറ്റ് തിരിയുന്നില്ല.
ഒരു പിടുത്തം കിട്ടുന്നില്ല, ചുരുളി പെട്ട പോലെ ഉള്ളത്. അന്ന് നാട്ടിന്ന് ഇറങ്ങുന്നേരം മുതൽ എന്നോട് പറഞ്ഞാന്ന് നിന്നാ ഞാൻ മണിയേട്ടന്റെ കാപ്പിത്തോട്ടം കാണിച്ചു തരാ, പിന്നെ എസ്റ്റേറ്റ് കൊണ്ടുപോവാത്. എന്നിട്ട് ഇപ്പൊ 1 മണിക്കൂർ അങ്ങാറ്റായി ചുറ്റത്ത്. ഇത് തന്നെയാണോ ആ വഴി, അല്ല അതാണോ ഈ വഴി ചോദിച്ചിട്ട് മറ്റേ ചുരുളി സിനിമയിലെ പോലെയാണ് ഇപ്പൊ ഉള്ളത്. എന്റെ മോനെ ഇത് ഏടിയപ്പെട്ടത് കാരണം ഒരു 4-5 കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെ പോണ്ടത്. അതെ. പക്ഷെ ഇത് കുഞ്ഞു കുഞ്ഞു റോഡ് ആടിയോടെല്ലാം വന്നിട്ട് ഇത് ഉറപ്പ് തെറ്റില്ലേ. എടാ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആകെ അറിയുന്നത് എന്താ വെച്ചാൽ വഴി തെറ്റിന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. പക്ഷെ ഇത് എങ്ങോട്ടങ്ങനെ പോകണ്ട, ഇവിടെ വേറെ വഴിയെന്നല്ല കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാണ് ഏറ്റവും ടെൻഷൻ. ഈ റോട്ടുമ്പിലെല്ലാം കാട്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ആന ഇറങ്ങി നമ്മൾ വീഡിയോ കാണിച്ചിനി. ആന ഇറങ്ങിയ സമയത്ത് ആന ഇറങ്ങിയിട്ട് ആൾക്കാരെല്ലാം അടിയിടെല്ലാം തടഞ്ഞു വെക്കുന്നുണ്ട് വണ്ടി. ആ കാട്ടിലോട്ട് നമ്മൾ പോകുന്നു, പേടിക്കണ്ട, ആ കാട്ടിലോട്ട് പോകുന്നു. ഞാൻ ഓർപ്പെടുത്തുകയാണ്, പ്രശ്നമൊന്നുമില്ല. ഈ യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നും ഇനിയൊരു വിശ്രമം ഇവിടെ നിന്നും. ഇനിയൊരു വിശ്രമം ഇവിടെ ചെന്നോ തന്നെയാണ് അന്വേഷിക്കുന്നത്. റോഡ് തീർന്നില്ലേ, സമാധാനമില്ലേ. നമ്മള് ഈ ബസ് കയറിയല്ലേ പണ്ട് അച്ഛൻ്റെയും എല്ലാം കൂടെ പോകുമ്പോ, അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ പോകുമ്പോ നമ്മൾ അവരെ എവിടെ ഇറങ്ങുന്നത് നോക്കിയിട്ട് നമ്മള് പോവാ, നോക്കൂട. അപ്പൊ അവര് ഇറങ്ങുന്നുണ്ടെങ്കിൽ ബസ്സിന് അതാണ് നമ്മുടെ ശ്രദ്ധ. അവരെവിടെയാ എണീക്കുന്നത് അങ്ങനെ നോക്കി വെക്കും. ഇപ്പൊ ഒറ്റക്ക് പോകാൻ തുടങ്ങിയ പിന്നെ നമ്മള് തന്നെ അത് ഇതുവഴി തന്നെയാണ് നേരത്തെ പറയുന്നത്. ഭാഗ്യം മോനെ ഒരാളെ കാണാൻ പറ്റിട്ടാ. ഇത്ര സമയം പഠിക്കുന്നുണ്ട്. മണിയേട്ട പേര് വെച്ചാൽ നേരാ മണികണ്ഠ ചിലപ്പോ പേര് വരുന്നെങ്കിൽ ആയിരിക്കും ഇവിടെ ഇവരെല്ലാം പറയുന്നേ. ബോസിന് വിളിക്കലോ ഓർമ്മേനെ. ഇതായത് നിന്റെ പേര് അക്ഷയ് എന്നല്ലേ, ഞാൻ അക്ഷയ്ന്ന് വിളിച്ചിട്ട് നാട്ടിൽ അക്ഷയിന്റെ ചോദിച്ചു ആരും പറഞ്ഞേ. എന്റെ മോനെ ഇതാ മണികണ്ഠ. എന്റെ മോനെ ഫൈനലി നമ്മള് എത്തിയിട്ടുണ്ട്. മണിയേട്ടൻ കാപ്പിയും പറിച്ച് തീർന്ന സമയം ഇപ്പൊ എല്ലാം മുളക് അങ്ങനെയുണ്ട് കംപ്ലീറ്റ്. നല്ലൊരു തണുപ്പാന്നട്ടെ അതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്. മണിയേട്ടൻ ഇപ്പൊ നല്ല ചൂടല്ലേ? എനിക്കിത് ബെസെറുപ്പ്. പക്ഷെ നമുക്ക് തണുപ്പ്, നല്ല തണുപ്പാ. ഇത് പഴുത്താല് ഇത് എടുക്കുവോ? പഴുത്ത മുളക് പഴുത്ത താല് ആയി ഒന്നിച്ചേ പറിക്കും. എന്നിട്ട് അവിടെ പെണ്ണുങ്ങള് അതിനെ വേറെ വേറെ ആക്കും കാട്ടിത്തരാ. നമ്മളെ നാട്ടിലെങ്ങനെ പരിപാടി വെച്ചാൽ കുറച്ച് കുറച്ചിലുണ്ടാവല്ലോ. അപ്പൊ പറിച്ചിട്ട് ബാക്കിൽ മട്ടത്തിൽ ഇപ്പൊ ഇടുന്നോലെ ഇട്ടിട്ട് നാട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ചവിട്ടി മരച്ചിട്ട് അങ്ങനെ എടുത്തോണ്ട് പോയി പേരിയേക്കിടും. ആൾക്കാർക്ക് നിങ്ങൾ ചവിട്ടിയിട്ട് മുളകിനെ ഡിവൈഡാക്കി തരണം പറഞ്ഞെങ്കിൽ 100 kg പറിക്കണോ 50 kg പറിക്കുള്ളൂ. ഇപ്പൊക്കെ പറിച്ചിട്ട് അവർ ഇട്ടിട്ട് പോയിക്കോളും. മെഷീനിൽ നമ്മൾ അല്ലാക്കിക്കോളും. കൊടുങ്കാട്ടിനുള്ളിലാ, കൊടുങ്കാട്ടിനുള്ളിൽ എന്തെങ്കിലും മൃഗങ്ങളെന്ന് പറഞ്ഞോ? ആന കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ മണിയേട്ടാ നമ്മളന്ന് എന്റെ മോനെ നമ്മളെ അറിയുന്നില്ല ക്രോസ് ആയാലും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോ പേടി. ഇങ്ങനെ ഇത് ഇങ്ങോട്ട് ഫുൾ കാടല്ലേ, നമ്മള് പക്ഷേ നമ്മളെന്തല്ലോ എൻജോയ് ചെയ്ത് പറഞ്ഞോണ്ടാ വന്നേ. പൊതുവെ പണിയെടുക്കൽ എങ്ങനെ പറഞ്ഞാൽ 8 മണിക്ക് ആൾക്കാർ ചക്രവൾക്ക് വരും മഴക്കാലത്ത്. എന്നിട്ട് 2 ആണുങ്ങളെ ആന ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ഇതിനുള്ളിൽ എന്നിട്ട് അവർ നോക്കിയിട്ട് ഇല്ല പറഞ്ഞ പിന്നെ പണി തുടക്കുക. ഉണ്ട് പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഓട്ടിയിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോ ഭയന്നുകൊണ്ടാവുന്നല്ലേ. അല്ല നമ്മള് എങ്ങോട്ടേക്ക് വരുമ്പോ എൻജോയ് ചെയ്തുകൊണ്ടാ വന്നത്. തമാശയിലും പറഞ്ഞു ആന ഉണ്ടാവുമായിരിക്കും, ആനേന്റെ പക്ഷെ ശരിക്കും നമ്മള് പലപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അപകടത്തിൽ ആടെ എത്തിയാലാണ് നമ്മളതിന് ശരിക്കും അതിന്റെ അവസ്ഥ മനസ്സിലാക്കുക. നമ്മളില്ലേ നമ്മളെ നാട്ടിലായാലും എന്തും കൈത്തോട്ട് നമ്മൾ എടുക്കൂലടാ നാട്ടിൽ ലീവായ സമയത്ത്. അങ്ങനെ അവര് നമ്മള് അല്ലെ മോനേട്ടാ കവി എന്തായാലും പറയലുണ്ട് ഓളിങ്ങനെ കാപ്പിത്തോട്ടത്തില് ഏത് രീതിയിൽ പോയിക്കൊണ്ടേ അതേ കേസ് അതന്നെ ലീവായ സമയത്ത് നമ്മളിതുപോലെ എന്തെങ്കിലും പരിപാടി തന്നെ നമ്മള് ഈ സീസൺ ആയാലും അണ്ടി കുറുക്കാനാണ് പോവാ. നമുക്ക് കശുവണ്ടി ഉണ്ടാവും. പക്ഷെ അതിന്റെ പ്രത്യേകത വെച്ചാല് നമ്മൾ താഴത്തുമല്ല അണ്ടി. അപ്പൊ അവര് വരുമ്പം തന്നെ ഓടണം. ഇവിടെ പിന്നെ ഇവർക്ക് പറിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇപ്പൊ ഇല്ല മോനേട്ടാ, ഇപ്പൊ ഇനിയാവാ മഴക്കാലത്ത്. അപ്പൊ നമ്മളെ ആ എസ്റ്റേറ്റിൽ 10 പൂവുണ്ടല്ലോ, ഇവിടെ പൂ കാണത്തെ ആടാടിണ്ടാ ടോപ്പില് ഇത്ര വലിയ മരമായിരിക്കും മണിയേട്ടാ. അപ്പൊ കേറിയിട്ടാ പറിക്കുവാ. സത്യമൂർത്തി മലയാളാ? തമിഴാ? തമിഴ്നാട്ടിൽ നിന്ന് സ്ഥിരം വരും നമുക്ക് കൊല്ല ഈ മുളക് പൊടി.
മതിയാ എന്റെ വാച്ച്മാൻ. പക്ഷെ ഉസിരങ്ങോട്ടെവിടെ പോയല്ലേ. ഏണിയുണ്ട, വലിയ ലോങ് ഏണിയാണ്. സ്നേഹ ഹായ് ഹായ്. എന്റെ പേര് മേലെത്തിട്ടാ പാർട്ട്ണർ പോയാച്ച് മേലേക്ക്. ഓ അവൻ ടോപ്പിലെത്തിട്ടാ. ഈ ഓണ്ട ബാക്കിൽ ഈ പെണ്ണ് കയറി. ഒന്ന് കയറുവാ. கொஞ்சம் மேல வரைக்கும் ஏறு, அங்க ஏறு பறி. இப்ப ஏனி ഇവിടെ വരല്ലേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് മുളകില്ല, അങ്ങനത്തെ മരങ്ങളുണ്ട്. അതിക്ക് ഏനിയൊന്നും ഇല്ലാണ്ടേ കയറിക്കോളൂ. മരത്തിൽ കയറി അന്നേരം വള്ളി ഒന്നാവൂല. ഒരു ഗ്രിപ്പിൽ നേക്കൽ നോക്കി കയറിക്കോളൂ. ഞാൻ 50 രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 50 രൂപ വരും. പിന്നെ അത്ര ഏക്കർ കണക്കിന് ഒരാൾ പാട്ടെടുത്തിട്ട് അതിൽ നമ്മളെല്ലാം കൂട്ടിട്ട് പോകും. അന്നേരം 50 രൂപ കിട്ടും ഒരു ദിവസം പോയാൽ. അങ്ങനെ പിന്നെ പിന്നെ അണ്ടി വർക്കിട്ട് ബാങ്ക് ഷെൽട്ട് കൊണ്ടുപോയി പിടിച്ചതിന് ശേഷം വർക്കിട്ട് പിടിച്ച് ബിജു വേണ്ട ഏത് അടക്ക വർക്കിട്ട് അന്നെ അണ്ടി വർക്കി കേസ് പിടിച്ചിട്ട് കൊണ്ടുവരുമ്പോ ബിജു വേണ്ടിട്ട് അടക്ക അല്ലേ. നമ്മള് ഈ കാപ്പിയെല്ലാം പറിക്കുമല്ലേ, കാപ്പി പറിച്ചിട്ട് ഇത് മണ്ണൊന്നല്ല. ഇത് എന്ത് പറഞ്ഞാൽ നമ്മൾ ഈ കാപ്പി പറിക്കുമല്ലേ, കാപ്പി പറിച്ചിട്ട് പൾപ്പറാക്കുമ്പോൾ അതിൻ്റെ തോല് വരുമല്ലേ, ആ തോലിനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാണകം ലെയർ ആക്കും. ഒരു ലെയർ ആ കാപ്പിൻ്റെ തോല്, പിന്നെ ഒരു ലെയർ ചാണകം, പിന്നെ ഒരു ലെയർ കാപ്പിൻ്റെ തോല്, അങ്ങനെ ഇട്ടിട്ട് മൂടി വെക്കും. ഒരു കൊല്ലം കഴിഞ്ഞതോ ഇത് ഓർഗാനിക് മെന്യൂറാകും. ഇത് വളമായി മാറി. ഇത് മാറി നല്ല ജൈവ വളം. കാപ്പിന്റെ തോലെല്ലാം പോയിട്ട് ഇതാ മണ്ണിന്റെ പർവ്വതം മണ്ണ് പോലെ. അപ്പൊ ഇനി ഇത് ഏനെല്ലാം ഇടാൻ പറ്റുമോ? മുളക് ചെടിക്കിടും. മുളക് അല്ലേ, ഒറിജിനൽ കോമ്പോസ്റ്റ്. ഇത് നാച്ചുറൽ ആയിട്ട് ഒരു പുസു ആക്കല്ലേ ഇതിനെ. നമ്മൾ ആടുന്ന് ഇറങ്ങി മുന്നേറ്റപ്പുറം എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ മറ്റേ ഇതെല്ലാം ഈ വണ്ടി എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു, ഞാനും കവിത ഉള്ളിലേക്ക് പോകുന്നട്ടാ. ഉള്ളോട്ട് ഇപ്പം തന്നെ നല്ല ഉള്ളോട്ടെത്തി. താഴോട്ടായിട്ട് പോകുന്നത് വലിയ വലിയ മരങ്ങളാണ്. രസമുണ്ട് കാണാൻ, അതിന്റെ തണുപ്പും എല്ലാം. പക്ഷെ നമ്മൾ ഇന്നലെ അപ്പുറത്ത് കുറെ കോഫി പൂത്തിട്ട് കണ്ടിരുന്നേ. നമ്മള് പൂത്ത കോഫി കാണുന്നില്ല കേട്ടാ. അതിന്റെ ഒരു മണവും കാര്യം ഭയങ്കര ഫീലാണ്. ഇവിടെ പക്ഷെ ആയില്ല തോന്നുന്നു. ഓരോ സീസൺ ഇത് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും തയ്യായിരിക്കും. കോഫി അല്ല അങ്ങനെയല്ല, മറ്റേ റോബസ്റ്റ അങ്ങനെ എന്തോ പറയില്ലേ. അതെ ശരി. എടാ നീ പഠിച്ചല്ലടാ എനിക്ക് പെണ്ണെട്ടാനുള്ള ലൈസൻസ് കിട്ടിയട്ടോ. ഇങ്ങനെ ഓരോ വഴിയാണ്. ഗ്ലാസിനുള്ള ടാൻഡല്ലേ ലൈറ്റ് അടിക്കുന്നുണ്ട്. അത് നേരത്തെ അവിടെ പറിച്ചുകൊണ്ടായാലും മുളക് അതിനിവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ പൗത്തത് ഡിവൈഡ് ആക്കല്. സുഭാഷ് ഭായി ഹായ്. ഇവരെ നടക്കണ്ടേ? അവരെയാണ്ടേ. ഇതിന്റെ വിഷയം പച്ചെടുത്തിട്ട് ഇതിന്റെ അകത്ത് ഇട്ടിട്ട് അടിക്കല് കറണ്ടില് അടിച്ചിട്ട് ഇത് പിന്നെ പനിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞിങ്ങോട്ടേക്ക് ഇറങ്ങി ഇവിടെയാണ് ഇവരെ ഈ കുരുമുളകെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അല്ലേ. ഉണക്കുന്നേ നമ്മളെ നാട്ടിൽ തന്നെ നമ്മള് സോപ്പിന് പകരം പണ്ട് ഇതെല്ലാം പറഞ്ഞ സംഭവം സാബും കഴിയുന്ന എന്താ വെച്ചാൽ പറയല്ലേ മണ്ണേട്ടാ. ഇവിടെ എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? സോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മള് ഈ സ്പ്രേ ആക്കുമല്ലേ, മരുന്നടിക്കുമല്ലേ. മരുന്നടിക്കുമ്പോ ഗമ്മ് വിട്ടിട്ട് പോകാൻ പാടില്ല പറഞ്ഞിട്ട് പെട്ടെന്ന് ഒട്ടി പിടിക്കട്ടെ പറഞ്ഞിട്ട് ഇത് അയക്ക് ഇടും. പതല്ലേ സോപ്പും കൈ നമ്മൾ പറയുന്നത്. നമ്മള് മുളക് അടിച്ചുകൊണ്ടല്ലേ, മുളക് നോക്കിയല്ലേ അതിന്റെ കച്ചറ. ഇത് നമ്മൾ പെരിയൊക്കെ ഇടും. അടുത്തോളം നല്ലോണം ഉണ്ടാകുന്നുണ്ട്. ചവിട്ടി ഇതാക്കാൻ നമ്മളതിൻ്റെ അടുത്ത് ഇങ്ങനെ ഉള്ളൂ. എടാ കോഫി തോട്ടോ, അതിൻ്റെ നടുക്ക് കുരുമുളക്, അതിന്റെ നടുക്ക് വേറെ ഇത് ഒരു സ്ഥലം ഗ്യാപ്പില്ല. ഫുൾ ഫില്ല്. ഒരു സീസണിക്ക് മാത്രമേ ഇവിടെയൊക്കെ എടുക്കുള്ളൂ. ഇവിടെ ഇത് കിട്ടിട്ടല്ലേ. താഴെ ഉണക്കാനിട്ടുണ്ട് മുളക്. അതിന്റെ ഓരോ പ്രോസസ്സാണ് ഇത്. മുളന്നില്ല, അത് കഴിഞ്ഞ് പറിച്ച് ഇടക്കൊണ്ടെന്ന് ഉണക്കി അങ്ങനെ ഓരോ ഘട്ടം ഘട്ടം. അത് ഇതുപോലെ തന്നെയാണ് കോഫി അല്ലേ വേണേട്ടാ? ഇതേ പ്രോസസ് തന്നെ. കാന്താരി ഇങ്ങനെ കൃഷിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ട് ആക്കി നോക്കി ആയിന്.
ചെറിയ കുഞ്ഞിതാല്ലേ. കുഞ്ഞി പറഞ്ഞ ഇത് 2 പ്രാവശ്യം എടുത്തിട്ടായി. അതിനെ കൊണ്ട് കുഞ്ഞായിട്ടില്ലോ. ഇത് നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. കാപ്പിക്കുരുവിന്റെ ഇത് ഇതാകുന്നില്ല വിത്ത്. എന്താ പറഞ്ഞ വിജു ഇവിടെ കണ്ടോ? ഇതിനൊക്കെ കാപ്പി കുരു ഇവിടെ തന്നെ ഉണ്ട്. ഈ കുരു ഇനി ഓപ്പൺ ആയി, ഇതന്നെ ഓപ്പൺ ആയെങ്കിൽ ഇത് ഈ പോലെ ഇല. ഇത് ഇനി ഇങ്ങനെ വീണ്ടും വരും. ഇതാ ഇത് കുരു തന്നെ നടുവാ. കുരു തന്നെ ഇത് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് വെക്കും. പ്രൊസീജിയർ ഉണ്ട്, വെറുതെ അങ്ങനെ ഇട്ട് വെക്കലല്ല. ഈ ഒരു പ്രൊസീജിയർ പ്രകാരം അതിന് ഇട്ട് വെച്ചെങ്കിൽ അതിഞ്ഞ് മുളച്ചിട്ട് ഈ പർവ്വത്തേക്ക് എത്തിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇല വിടുമല്ലേ, എന്നിട്ട് കൊണ്ടുപോയിട്ട് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാക്കി വെക്കും. നമ്മളെ കശുവണ്ടീൻ്റെ ഇതുപോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതായി വന്ന് അതന്നെടാ നട്ടിട്ട് ബാസ്ക്കറ്റിലാക്കിയിട്ട് എന്നിട്ട് ഇത് 2 ഇയേഴ്സ് ഇതൊക്കെ 2 കൊല്ലമായിന് ചെടി. ഇവിടെ തന്നെ ഇത് രക്കെല്ലാം പൊട്ടിയിട്ടുണ്ടല്ലേ. ഇതിന്റെ ഇതിൽ ബാസ്ക്കറ്റും ഉണ്ട്. ആ ചെടീനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മണ്ണെല്ലാം ഇട്ടിട്ട് വെക്കും. അടുത്ത പ്രാവശ്യം മഴ വരുമ്പോ കൊണ്ടുപോയി നടും. ഇത് അറബിക്ക, ഇത് റോബസ്റ്റ. ഞാൻ വെച്ചും കൂടി കൊറോണ സമയത്ത് എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ആദ്യം പ്ലാനാക്കി നമ്മൾ ചെയ്യാൻ വെച്ചു കഴിഞ്ഞാൽ മഞ്ഞൾ കൃഷിയാണ്. അങ്ങനെ ഇവന്റെ വീടിന്റെ നേരെ ബാക്കിൽ മേലെ കുന്നുണ്ട്. അവിടെ കൊണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം കൊത്താൻ വൃത്തിയാക്കലും ഭയങ്കര തൃപ്തിയാണ് ആ സമയത്ത്. അപ്പൊ അത് ആരല്ലോ പറഞ്ഞ് അത് കുറേ സമയം എടുക്കും, പാള സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കിനെ പറ്റി എല്ലാ ഐഡിയയിലല്ല. അങ്ങനെ അതെല്ലാം നിർത്തിപ്പോ അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ നമ്മൾ മത്സ്യകൃഷി തുടങ്ങി. മത്സ്യകൃഷി പിന്നെ നമ്മൾ വൻ പരാജയം ആയതുകൊണ്ട് അത് പഠിച്ചു. പക്ഷേ നമ്മളതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതാണ് അതിൻ്റെ ഇത്. നമ്മളൊരു കാര്യം അത് ഒരു എന്ത് സംഭവത്തിനായാലും അതിന് 2 വശമുണ്ട്. ഒന്നിനെ അതെങ്ങനെ ചേർന്നു. നമ്മളിപ്പോ ഒരു സാധനത്തിന് മത്സ്യകൃഷി എന്തോ കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തേ. പക്ഷേ നമ്മളന്ന് കീമ നമുക്കറിയില്ല, ഇതിന്റെ വേസ്റ്റ് എങ്ങനെ പോകുന്ന പോലും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ പിന്നെ അത് മനസ്സിലാക്കി നമ്മൾ സെൻട്രലൈസ് ഉണ്ടാക്കി. അപ്പൊ അതേപോലെ ഒന്നിനെ ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം ചെയ്താലാണത്. അതൊരു അനുഭവം. പക്ഷെ അത് വിജയം തന്നെയാണ്. അതൊരു വിജയമാണ് അല്ലേ. ഞാൻ നിരവിനോട് പറഞ്ഞു വെള്ളക്കുപ്പി എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തൊട്ടപ്പുറം വരെയല്ലേ ഉള്ളൂ. ഞാൻ നല്ലൊരു തീരുമാനമല്ലേ, അത്ര വരെ ഉള്ളൂ. അതിനെ വെള്ളം കുപ്പി എടുക്കുന്നത് അതിന് വെച്ചത് പറ്റാതെ. ഇത് എങ്ങനെ ഒരു കാര്യം മടക്കി ഇങ്ങനെ ആക്കുന്നത് അത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കേട്ടാ. എങ്ങനെയാ അങ്ങനെ സാധാരണ ഭയങ്കരമായിട്ടുണ്ടല്ലോ. അടുത്ത് വെക്കുമ്പോ ഇതൊക്കെ ചെറിയതും വലിയതും കേട്ടാ. അപ്പൊ ഇങ്ങനെ സൈസും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടാ. ഇതൊക്കെ വിലയും കൂടുതലാണ്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നേരെ അങ്ങേക്ക് നാട്ടിലേക്ക് പോയി. അപ്പോൾ മണിയേട്ടൻ വൈകിട്ട് എത്തും വീട്ടിൽ. അപ്പോൾ വീണ്ടും വരുമ്പോൾ കാണാം. ഓക്കെ, മണിയേട്ടനോട് അങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ലീവിൽ വരും. നമുക്ക് ആ ഭാഗത്ത് വിളിക്കാം. അതെ, ആ ഭാഗത്തിലെ അതന്നെ. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ.